ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയറിന് മുന്നേ ആയിട്ട് നമ്മൾ സ്കിൻ ക്ലിയർ ആവാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജ്യൂസ് കുടിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും രാത്രി ഇതുപോലൊരു ജ്യൂസ് എന്തെങ്കിലും, ഇതൊരു മാംഗോ ജ്യൂസാണ്. നമ്മൾ മാംഗോ മാത്രം യൂസ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചതാണ്, പാലൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് മിൽക്ക് ഷേക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് കുടിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഒരു ക്ലെൻസറാണ്. ക്ലെൻസർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് നമ്മളെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് സ്കിന്ന് ഞാനൊന്ന് ഡാബ് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ 2 സിറമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോജിക് ആസിഡ്. നമുക്ക് കൂടുതലും ആൽഫ ആർബ്യൂട്ടിനും കോജിക് ആസിഡും കൂടെ വരുന്നൊരു സിറമാണ്. ആൻഡ് ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അതിനൊക്കെയാണ് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. എനിക്ക് മെയിനായിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നത് പോലെ. അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഒരു ഏകദേശം 1 വീക്ക് 2 വീക്കോളം അടുപ്പിച്ച് ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം കോജിക് ആസിഡ് ഭയങ്കരമായിട്ട് സണ്ണിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ കറക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഡേ ടൈം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇതൊരു യെല്ലോയിഷ് കളറാണ് എനിക്ക് കിട്ടിയപ്പം. യെല്ലോയിഷ് കളറാണ്, എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് സിറംസ് ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു 2-3 ഡ്രോപ്പ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കോജിക് ആസിഡ് സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഈ കോജിക് ആസിഡ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടിരിക്കുന്ന വൈറ്റമിൻ സി, അതുപോലെ തന്നെ നിയാസിനമൈഡ്, ഇങ്ങനത്തുള്ള സിറത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പം കുറച്ചും കൂടെ ഈ കോജിക് ആസിഡ് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോജിക് ആസിഡിൻ്റെ കൂടെ നയാസിനമൈഡ് സിറവും യൂസ് ചെയ്യാറുണ്ട്. നൈറ്റ് ഫേസിലൊന്ന് അബ്സോർബ് ആവുന്ന ടൈം കൊണ്ട് നമ്മൾ മറ്റേതിടാൻ പാടില്ല, ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നയാസിനമൈഡ് സിറം ഇടാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 10% നയാസിനമൈഡ് ആണ്. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഭയങ്കര ചെറിയ ബോട്ടിൽ വാങ്ങിച്ചത്. ഇനി അടുത്തൊരു ബോട്ടിൽ പർച്ചേസ് ചെയ്യണം. നയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആക്നി മാർക്സുകൾ പോകാനാണ്. ആക്നി മാർക്സ് പോകാനും നമ്മൾ അത്യാവശ്യം ഈ പിമ്പിൾസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് നയാസിനമൈഡ് സിറം അത്യാവശ്യം ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഈ സിറംസ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. ഞാൻ കുറച്ച് മാത്രം മോയ്സ്ചറൈസർ ഇടും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഓൾറെഡി ഒരു ഓയിലി പോലത്തെ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വാസലിനാണ്, ലിപ്സിനായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്നുള്ളത്, വാസലിൻ നമുക്ക് അത്യാവശ്യം മോയ്സ്ചറൈസിങ് അല്ല. ചുണ്ടിലുള്ള ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു വാട്ടർ കണ്ടൻറ്റ് കാണുമല്ലോ, ആ ഒരു ഹൈഡ്രേഷനെ ലോക്ക് ചെയ്യുകയാണ് വാസലിൻ ചെയ്യുന്നത്. അല്ലാണ്ട് വാസലിൻ ഒരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് അല്ലാന്ന് ഞാൻ ഏതൊക്കെ റീലിൽ കണ്ടു. എന്നാലും നമുക്കൊരു വേറെ ഒന്നും ഇല്ല, എൻ്റെ വേറെ ലിപ് ബാംസ് ഒന്നും ഇല്ല. എനിക്ക് നല്ലത് ലിപ് ബാം എന്തെങ്കിലും വാങ്ങിക്കണം. സിറം അത്യാവശ്യം എൻ്റെ ടാനൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് സൺസ്ക്രീൻ വാങ്ങിക്കാൻ പറ്റാതിരുന്ന ഒരു ടൈമിൽ എനിക്ക് അത്യാവശ്യം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് കാരണം അത്യാവശ്യം എനിക്ക് ടാൻ പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എൻ്റെ കുറേ പിമ്പിൾസും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി നയാസിനമൈഡും കോജിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തപ്പം. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ തന്നെ ഇതൊരു പരീക്ഷണമായിട്ട് മാത്രമാണ് എൻ്റെ ഫേസിൽ ചെയ്ത് നോക്കിയത്. അപ്പം എനിക്കിത് വർക്കൗട്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾക്കിത് വർക്കൗട്ട് ആവണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് തന്നെ എന്താണ് സ്യൂട്ടബിൾ ആവുന്നതെന്ന് നോക്കുന്നതിനെക്കാട്ടിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തത് ഞാനൊരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. വലുതായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ഇടാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബായ്. പിന്നെ ഈ കോജിക്സ് അപ്പം അടുത്തത് ഞാനൊരു മോർണിംഗ് പിന്നെ നമ്മൾ എത്രയൊക്കെ സ്കിന്നിൽ ചെയ്താലും നമ്മൾ അകത്തുകൂടെ കൊടുക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ട് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ. എനിക്കതൊന്നുമില്ല എന്നാലും